ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്, ഫാമിലിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പെട്ടെന്നെടുത്തൊരു വീഡിയോ ആണ്. കാരണം പെട്ടെന്നുള്ളൊരു വിസിറ്റായിപ്പോയി. ഇന്നലെ രാത്രി ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കാണാനായിട്ട് എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവൾ എവിടെ പോയ വഴിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ വീട് ഇവിടെയാണെന്നൊരു ബോധമൊക്കെ തോന്നിയത് കൊണ്ട് ജസ്റ്റ് എന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വന്നതാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം, കാരണം ഒരുപാട് നാൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത് നേരിട്ട്. ഞങ്ങൾ പഠിച്ചപ്പോൾ കണ്ടതാണ്, ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് അവളെ ഒന്ന് കാണുന്നത്. ഞാൻ അവളുടെ കല്യാണത്തിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണത്തിന് അവൾക്കും വരാൻ പറ്റില്ല, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾ അവളുടെ കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത്, ഭയങ്കര ചിരിയും കളിയും സംസാരവും കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. എന്താണ് അവർ വന്നപ്പോൾ കൊടുക്കേണ്ടത്, ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് ഒന്നും അറിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അത്രയ്ക്ക് എനിക്ക് സന്തോഷമായി. അമ്മയാണെങ്കിലും അനിയത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, അവർ കച്ചവടത്തിന് പോയേക്കുമായിരുന്നു. അവർ വരുമ്പോൾ 12-1 മണിയൊക്കെ ആവും. അപ്പോൾ കുറേ വട്ടം ചോദിച്ചു, അമ്മ വരാറായില്ലേടി, അമ്മ വരാറായില്ല. ഞാൻ പറഞ്ഞു ഇല്ല, വരാറായില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് പോവണ്ട, നാളെ പോയാൽ മതി എന്ന്. പക്ഷെ അവൾക്ക് പോയേ പറ്റുള്ളൂ, കാരണം അവർ നാളെ രാവിലെ 5 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ പോയേ പറ്റുള്ളൂ. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞു ഇടയ്ക്കൊക്കെ വരാമല്ലോ, അടുത്താണല്ലോ, ഇപ്പോൾ പെരുമ്പാവൂർ തന്നെ അവളുടെ വീട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ മലപ്പുറം തന്നെ ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. യൂട്യൂബിനെക്കുറിച്ച് ചോദിച്ചു, നിനക്ക് കുറേ ആങ്ങളമാരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അതൊക്കെ അവർ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് പ്രത്യേക തരം സന്തോഷം തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം യൂട്യൂബിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുഞ്ഞാവിനെ ഞാനൊന്ന് എടുത്തു. അപ്പോഴത്തേക്കും താഴെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്കുട്ടി എടുക്കുവാണോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോണ്ടൊന്നും പോത്തൊന്നുമില്ല, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞും അത് ശ്രദ്ധിച്ചു. കുഞ്ഞും അവിടെ നിന്ന് എഴുന്നേറ്റ് വാവനെ എടുത്തോണ്ട് പോരാനായിട്ട്. പിന്നെ അവർ വന്ന് ചിരിയും കളിയും, വാവേനെ തരാമോ, ക്യൂട്ട് ബേബി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അവർക്കൊരു കൂട്ടൊക്കെ കിട്ടിയപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു പോവണ്ടാന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പോയല്ലേ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവരും കൂടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. താഴെ നിന്ന് നോക്കുകയാണ്, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ 3 പേരും സെറ്റായില്ലേത്. തന്നാ നോക്കൂ, നാളെ തന്നാ മതി. ഞങ്ങൾക്ക് ഇത് രാത്രി നിങ്ങൾ നോക്കിയോ. ഈശ്വര, 9-3
പിഴിക്കല്ലേ. പോയേക്കാം, ഇനി വരാൻ കാണാം കേട്ടാ. എടി അമ്മയൊക്കെ വരുമ്പോ അന്വേഷണം പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും പറയാം. അനിയത്തിയോടും അനിയനോടും എല്ലാം. കുഞ്ഞുദേ അവർ പോവാന്ന്. അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങി. പെട്ടെന്നൊരു വരവായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാതെ. താങ്ക് യു അഭിയച്ച, ലവ് യു, മിസ് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു, മിസ് യു, ഉമ്മ.